ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പാർട്ട് 2 ഇപ്പോഴാണ് വീഡിയോ ഇടാൻ ടൈം കിട്ടിയത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കാണിച്ച കട ഉണ്ടില്ലേ, ആ കടയിൽ കയറി നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നു. സ്പെഷ്യലായിട്ട് നമ്മളൊന്നും വാങ്ങിയില്ല, കാര്യം നമുക്ക് വേണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മളിത് നേരെ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോയി. അഡ്വഞ്ചർ പാർക്കിൽ പോയപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് സംഭവം. നമ്മൾ ചെന്ന് എല്ലാ റൈഡിലും കയറണം, മറ്റേ സൈക്ലിംഗ് ചെയ്യണം, അതേപോലെ സിപ്പ് ലൈൻ പോകണം, ഈ കാണുന്ന സ്വിങ്ങിൽ കയറണം, അതേപോലെ തന്നെ ജമ്പിങ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെല്ലാവരോടൊന്ന് വന്നത്. പക്ഷേ നമ്മൾ ചെന്നപ്പോഴേക്കും ഫോഗ് കാരണം അവർ പറഞ്ഞു റൈഡ് ഒന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല, നമുക്ക് റൈഡ് ഇപ്പോൾ വർക്കിംഗ് ആക്കാൻ പറ്റില്ല, നിർത്തി വെച്ചേക്കാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ ജമ്പിങ്ങിൻ്റെ അവിടെ പോയൊക്കെ ചോദിച്ചു, പക്ഷെ അവർ പറഞ്ഞില്ല ഇപ്പം കയറ്റാൻ പറ്റില്ല, ടിക്കറ്റ് എടുത്ത് വെച്ചു, കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ഫോഗൊക്കെ മാറുന്ന സമയത്ത് നിങ്ങൾക്ക് കയറാം. അപ്പോൾ റീഫണ്ട് ഉണ്ടോ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു റീഫണ്ട് ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഇനി നമ്മൾ ഈ ഫോഗ് മാറിയില്ല, കയറാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് കാരണം നമ്മൾ അവിടെ ടിക്കറ്റ് ഒന്നും എടുത്തില്ല. അപ്പോൾ വേറെ കുട്ടികളും അതേപോലെ തന്നെ ഇത് വേറെ ചേച്ചിമാരൊക്കെയാണ് കയറിയേക്കുന്നത്. വലിയ ആൾക്കാർ അവർ കുറച്ചുകൂടി ഉയരത്തിലേക്ക് വിടും, പക്ഷെ ഇത് കണ്ടില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. കുട്ടികളാണ് നേരത്തെ അവർ കുറച്ച് പതിയെ വിട്ടത്. അത് കഴിഞ്ഞ് നമ്മളിത് അവിടെ ഒരു ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇതിൻ്റെ അകത്ത് എന്തോ ഗ്ലാസ് വെച്ചിട്ടുള്ള എന്തോ പരിപാടിയാണെന്നാണ് പറഞ്ഞത്. അതിൽ കയറാന്ന് പറഞ്ഞപ്പോഴേക്കും മഴ പെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതേ നമ്മുടെ സിപ്പ് ലൈൻ പരിപാടിയിലേക്ക് കടന്നു. ഫോഗ് ഒന്ന് മാറിയപ്പോൾ നമ്മൾ വേഗം പോയി ടിക്കറ്റ് ഒക്കെ എടുത്തു. അത്യാവശ്യം എന്നാലും ഫോഗ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞു കുഴപ്പമില്ല, സിപ്പ് ലൈൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് മിനിമം അവർ വെയിറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, വെയിറ്റ് ഉള്ളവർക്കാണ് കയറാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ സിപ്പ് ലൈനിലേക്ക് ചെന്നു. സിപ്പ് ലൈനിൽ പിന്നെ നമ്മൾ നേരത്തെ ചെറിയൊരു ഷോർട്ട് വീഡിയോയിലൊക്കെ കണ്ടതുപോലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കയറാൻ. ഞങ്ങൾ 2-3 പേരൊക്കെ പേടിച്ചുണ്ടോ കയറിയത്, എന്നാലും ഒരു എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ ഇതൊക്കെ അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ അയാൾ അവിടെ വിളിച്ച് ഇൻഫോം ചെയ്തു, ഇങ്ങനെ ഓക്കെ അല്ലേ, അവിടെ ക്ലിയർ അല്ലേ എന്നൊക്കെ ചോദിച്ചു. കാര്യം ഫോഗ് ഇങ്ങനെ നിൽക്കണ കാരണം അവർക്കും എൻഡിൽ എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അങ്ങനെ നമ്മൾ ഓക്കെ അങ്ങനെ കയറി, അടുത്ത ആളതേ കയറാൻ പോവാണ്. അങ്ങനെ ഓരോരുത്തർ വന്നു. ഞാൻ അവിടെ ചെന്ന് നോക്കി നിൽക്കുമ്പോഴേക്കും എല്ലാവരും വന്നു അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരണം, അതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. സത്യത്തിൽ സിപ്പ് ലൈൻ ചെയ്യുന്നതല്ല പാട്, നമ്മൾ ഈ സിപ്പ് ലൈൻ്റെ അറ്റത്തുനിന്ന് നടന്ന് വീണ്ടും മുകളിലേക്ക് കയറി വരണം. അവർക്കൊരു വല്ല ബൈക്കോ വണ്ടിയോ എന്തെങ്കിലുമൊക്കെ വെക്കാറുന്നു അല്ലെ. അത് കഴിഞ്ഞ് നമ്മളതേ വന്ന് ടയർഡായതായിരുന്നു, ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചു. ടിക്കറ്റ് ഒന്നിനും എടുക്കാതിരുന്ന നന്നായി. ഇതാണ് കണ്ടീഷൻ, ഒന്നും കാണുന്നുണ്ടായില്ല. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ചെറിയൊരു അഡ്വഞ്ചർ വേറെന്തോ പേരിൽ അങ്ങനെ ഒരു ചെറിയൊരു പാർക്ക് പോലെ അവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റിയ കുറെ കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന നമുക്ക് കുറച്ച് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള ചെറിയൊരു പരിപാടികളും. അപ്പം അതിന് നമുക്ക് 200 റുപ്പീസിന് നമ്മൾ ടിക്കറ്റ് എടുത്തു. അപ്പം 4 എണ്ണത്തിൽ കയറാമെന്നാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ വിചാരിച്ചത് ഒരെണ്ണത്തിലാണെന്നാണ്. അപ്പം കയറണ്ടെന്ന് ഓർത്ത് നിന്നപ്പോഴാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ഇല്ല, 4 എണ്ണത്തിൽ കയറാമെന്ന്. അങ്ങനെ നമ്മൾ വളരെ ഞാൻ കഷ്ടപ്പെട്ട് അതൊക്കെ ചെയ്തു. അതിലൊക്കെ ഇങ്ങനെ നടന്നു. നമുക്ക് ഓരോന്ന് കാണുമ്പോൾ നമുക്ക് തോന്നൂലോ നമുക്കങ്ങനെ ചെയ്യാം, നമുക്കിങ്ങനെ ചെയ്യണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്വഞ്ചറായിട്ട് എപ്പോഴും ചെയ്യണം. നമ്മളെപ്പോഴും ഈ അടഞ്ഞുകൂടിയിരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ലൈഫിൽ. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് ഭയങ്കര ടഫാണ് അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വിചാരിച്ചിരിക്കുന്നതിലും നല്ലത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്ക് ആ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ലൈഫിനോടുള്ള ഒരു പേടിയൊക്കെ പോകുള്ളൂ അല്ലേ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില കുട്ടികളോടൊക്കെ പറയുമ്പോൾ അവർ ഇല്ല, വീണ കൈവിട്ടും അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ചിന്താഗതി കുട്ടികളിൽ നിന്നൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ മുന്നിട്ടിറങ്ങണം എന്നാണ് ഞാൻ പറയുള്ളൂ. കാര്യം നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് പിന്നീട് കിട്ടിയെന്ന് വരില്ല. നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യണം അല്ലെ. അത് കഴിഞ്ഞതേ അടുത്ത റൈഡ് ഇതാണ് കേട്ടോ. ഇതിൽ കയറിയപ്പോൾ സത്യം പറഞ്ഞൊന്ന് പണി കിട്ടും. കാര്യം നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ കാലൊക്കെ നല്ല വേദനയായിരുന്നു കേട്ടോ. അത് കാരണം ഞാനിതിൽ തിരിച്ചു പോകുന്നില്ല. അപ്പോൾ ഞാൻ കരുതിയത് ആ അറ്റത്ത് കാണുന്ന ആ സംഭവമാണ് ഭയങ്കര സിമ്പിളും ഇത് ഭയങ്കര ഈസിയാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ എല്ലാം സത്യത്തിൽ നല്ല പാടാണ്. നമ്മൾ വിചാരിക്കും പോലെ ഒന്നും സിമ്പിളല്ല. നമ്മളിപ്പോൾ ഒരാൾ ചെയ്യുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഇപ്പോൾ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ അവനിക്ക് അങ്ങനെ അടിക്കാറുന്നു, ഇവനിക്ക് ഇങ്ങനെ അടിക്കാറുന്നു. ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ നല്ല രസം, പറയുന്നവർക്ക് പറയാൻ നല്ല എളുപ്പമാണ്. പക്ഷെ നമ്മളിത് ചെയ്യുന്നവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. നമ്മൾ നല്ല ബുദ്ധിമുട്ടിയാണ് ചെയ്തത് കേട്ടോ. കാര്യം ഞാൻ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നിങ്ങൾ ഓർക്കോ എന്ത് സിമ്പിളാണ്, പക്ഷെ ഒരിക്കലും അല്ല. കാലം അകന്നു കഴിഞ്ഞാൽ നിലത്തേക്കാടും. പിന്നെ അതുപോലെ നമുക്ക് നല്ല സ്ട്രെയിൻ ചെയ്താണ് നമ്മൾ പോണത്. ഇപ്പൊ അപ്പുറത്തെ ഒരു കൊച്ചു നിൽക്കുന്നുണ്ടില്ലേ, അത് ഭയങ്കരമായിട്ട് ടെൻഷനായി. പിന്നെ ആൾക്കാർ പിടിച്ചിട്ടാണ് നിർത്തിയത്. അത് കൊച്ചല്ല,
ഒരു ചേച്ചിയാണത്. സംഭവം ആള് നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ളതാണ്. നമ്മൾ സംസാരത്തിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. ആള് കളമശ്ശേരിയാണ്, ഞങ്ങൾ പുക്കാട്ടുപടിയാണ്. അപ്പൊ അങ്ങനെ ആള് അത് മതി, അത് ഈസിയാണെന്നൊക്കെ പറഞ്ഞ് അതിൽ കയറി. പക്ഷെ അതോടുകൂടി പുള്ളിക്കാരിക്ക് മതിയായി. ഞാനപ്പോൾ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ തിരിച്ചു വന്നില്ല. സംഭവം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് അതിലും പാടാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് നല്ല എളുപ്പമാണ്, പക്ഷെ ഒരിക്കലുമല്ല, നല്ല പാടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അറ്റത്ത് ആ കൊച്ചിൻ്റെ കൂടെ നടന്നു തന്നെ ഉണ്ടോ, അതെന്റെ കെട്ടിയവനാണ്. കൊച്ചു നല്ല കരച്ചിലായിരുന്നു. അപ്പൊ അത് കാരണം ഇന്നത്തേക്ക് അഡ്വഞ്ചറിങ് ഒക്കെ നമ്മൾ ഇവിടെ വെച്ച് നിർത്താന്ന് വിചാരിച്ചു. നമ്മൾ കാണുന്ന പോലെയല്ല, ഇതൊക്കെ ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ നല്ല മേലുവേദനയൊക്കെ ആയിരുന്നു. നല്ല രസമാണ്. പക്ഷെ ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടേ അല്ല സത്യം പറഞ്ഞാൽ. എനിക്കിതൊക്കെ വളരെ എൻജോയ് ചെയ്ത കാര്യമാണ്. എനിക്കൊരു ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല സത്യം പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഇന്നത്തേക്ക് വേറെ വീഡിയോസ് ഒന്നും ഇല്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന വഴി വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, രാത്രി ഫുഡ് കഴിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഭയങ്കര ടയേർഡായി. എൻ്റെ മോളൊക്കെ ഒന്ന് വൊമിറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും നമുക്ക് മൊത്തത്തിൽ ഭയങ്കര ശോകം അവസ്ഥയായിപ്പോയി. പിന്നെ നമ്മൾ വേഗം വീടെത്താ ചെയ്തതും. അതായത് നൈറ്റ് ഫുഡൊന്നും കഴിക്കാൻ വെയിറ്റ് ചെയ്തില്ല. പിന്നെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അങ്ങ് പോയി. അപ്പൊ ഇനിയും വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ഇച്ചിരി സപ്പോർട്ട് കുറവാണ്, ഞാൻ വീഡിയോ ഇടാത്തോണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇനി എല്ലാ ദിവസവും ഞാൻ ഓരോ വീഡിയോസ് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഓക്കെ, ബൈ.